ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ചിട്ടുള്ള വീട്, കടകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ QR കോഡ് പതിപ്പിച്ച് എങ്ങനെ ഉപഭോക്തൃ രജിസ്ട്രേഷൻ നടത്താം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ആദ്യം തന്നെ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും നൽകിയിട്ടുള്ള QR കോഡ് വീടുകളിൽ പതിപ്പിക്കുക. ശേഷം നമ്മൾ ഹരിതമിത്രം ആപ്പിൽ ലോഗിൻ ചെയ്യുക. തുടർന്ന് ലഭ്യമാകുന്ന ഹോം പേജിൽ നമുക്ക് ഉപഭോക്തൃ രജിസ്ട്രേഷൻ എന്ന് പച്ച കളറിലൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് ഹരിതകർമ്മസേന അംഗത്തിന്റെ വാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. വീട്, കട, ഫ്ലാറ്റ്, ഓഫീസ്, ഓഡിറ്റോറിയം, മാർക്കറ്റ്, ആശുപത്രി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും എവിടെയാണോ നമുക്ക് പുതുതായി QR കോഡ് പതിപ്പിക്കാനുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ വീടാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് വീട് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. ഇനി താഴെ കാണുന്ന അടുത്തത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ടും രേഖപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആദ്യം ഇവിടെ നമ്മളോട് വീടിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. വീടിന്റെ പേര് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ രേഖപ്പെടുത്തി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീടിന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കാം. വീടിന്റെ പേര് നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് റെസിഡൻസ് അസോസിയേഷന്റെ പേര്, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ നമ്പർ, ഇത് രണ്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ നമുക്കിവിടെ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. അടുത്തതായി നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് ഉപയോഗ വിഭാഗമാണ് കേട്ടോ. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, റെസിഡൻഷ്യൽ, റെസിഡൻഷ്യൽ അല്ലാത്തത്. ഇതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ റെസിഡൻഷ്യൽ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ താഴെയായിട്ട് ഡോർ നമ്പർ, കെട്ടിട നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സബ് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടിട നമ്പറും രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന അടുത്തത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് ഉപഭോക്തൃ വിശദാംശങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കാം. ആദ്യം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നിവാസിയുടെ പേരാണ് കേട്ടോ. അപ്പൊ വീട്ടുടമയുടെ പേര് നമ്മളിവിടെ ആദ്യം രേഖപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ വീട്ടുടമയുടെ പേര് നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചോദിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ വേണം കേട്ടോ രേഖപ്പെടുത്തി കൊടുക്കാനായിട്ട്. ഇനി ഉടമയുടെ ഇമെയിൽ ID ആണ് ചോദിച്ചിട്ടുള്ളത്. അറിയാമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അടുത്തതായി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൊബൈൽ നമ്പർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് ഉടമസ്ഥ അവകാശമാണ് കേട്ടോ. ഇവിടെ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്: ഉടമ, വാടകക്കാരൻ, മറ്റുള്ളവ. ഇതിൽ നിന്നും കൃത്യമായ വിവരം നിങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി അടുത്തതായി നമ്മളിവിടെ ലാൻഡ് മാർക്ക്, അതുപോലെ തന്നെ പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം എന്നിവ രേഖപ്പെടുത്തി കൊടുക്കുക. ശേഷം നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടുന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും താഴെയായിട്ട് പിൻകോഡ് ഓട്ടോമാറ്റിക്കലി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് രേഖപ്പെടുത്തി കൊടുക്കാനുള്ളത് ആ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണമാണ് കേട്ടോ. അപ്പൊ നമ്മളിത് കൃത്യമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്കിവിടെ രേഖപ്പെടുത്തി കൊടുക്കാനുള്ളത് റേഷൻ കാർഡിന്റെ തരമാണ് കേട്ടോ. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും കൃത്യമായ ഓപ്ഷൻ നിങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഈ ഉടമയ്ക്ക് റേഷൻ കാർഡ് ഇതുവരെ ലഭ്യമായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ റേഷൻ കാർഡ് ഇല്ല എന്നുള്ള ഓപ്ഷനാണ് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് റോഡ് തരമാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദേശീയപാത, സംസ്ഥാന പാത, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും കൃത്യമായ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഞാനിവിടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ റോഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന അടുത്തത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് വീടിന്റെ ഫോട്ടോ എടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ക്യാമറയുടെ ബട്ടണിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് സേവനം നടത്തേണ്ട വീടിന്റെ ഫോട്ടോ എടുക്കുക കേട്ടോ. സേവനം നടത്താനുള്ള വീടിന്റെ ഫോട്ടോ നമ്മൾ എടുത്തതിന് ശേഷം താഴെ കാണുന്ന അടുത്തത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത വീടിന്റെ ലൊക്കേഷൻ നമുക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നോക്കുവാണെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ടിക്ക് മാർക്ക് വരുന്നതാണ്. അതോടുകൂടെ ഈ ലൊക്കേഷൻ ഇവിടെ സേവ് ആവുന്നതായിരിക്കും. ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പൂർത്തിയാക്കുക എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. ഇതോടുകൂടി ഉപഭോക്തൃ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ പൂർത്തിയാകുന്നതാണ്.
ഇനി അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താവിനെ പുതുതായി പതിപ്പിച്ച QR കോഡ് വെച്ച് എൻറോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് സേവനം നടത്താൻ സാധിക്കൂ. അതിനായി താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻറോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് എൻറോൾമെന്റ് സ്റ്റാറ്റസ് ആണ് കേട്ടോ. ഇവിടെ കസ്റ്റമർ എൻറോൾമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പുരോഗതിയിൽ, പൂർത്തിയായി എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു കസ്റ്റമറുടെ വിവരങ്ങൾ എൻ്റർ ചെയ്തത് പൂർത്തിയായിട്ടില്ല എങ്കിൽ പുരോഗതിയിൽ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അവിടെ നിന്നും എടുത്ത് വീണ്ടും നമുക്ക് വിവരങ്ങൾ എൻ്റർ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കസ്റ്റമറുടെ വിവരങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്ത് പൂർത്തിയാക്കി എങ്കിൽ പൂർത്തിയായി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. കസ്റ്റമറുടെ വിവരങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്ത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് QR കോഡ് ആഡ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമുക്കിനി QR കോഡ് ആഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ കാണുന്ന പൂർത്തിയായി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായി ചേർത്തിട്ടുള്ള കസ്റ്റമറുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു QR കോഡിന്റെ സിമ്പൽ നമുക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ പെർമിഷൻ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറയുന്ന പെർമിഷൻ നിങ്ങൾ അനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ പുതുതായി പതിപ്പിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് QR കോഡിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. ഇനി താഴെ കാണുന്ന QR കോഡ് ചേർക്കുക എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. നമ്മൾ QR കോഡ് കൃത്യമായിട്ടാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പുതുതായി QR കോഡ് പതിപ്പിച്ച ഉപഭോക്താവിന്റെ വിവരങ്ങൾ QR കോഡ് സ്കാൻ ചെയ്താൽ ലഭ്യമാകുമോ എന്ന് പരിശോധിക്കാം. അതിനായി ഹോം സ്ക്രീനിലെ QR കോഡ് സ്കാൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പുതുതായി പതിപ്പിച്ച QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയായി QR കോഡിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. ഇനി താഴെ കാണുന്ന തിരയുക എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുതായി ചേർത്തിട്ടുള്ള ഉപഭോക്താവിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സേവനം ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.